മനുഷ്യന്റെ ഇടപെടലുകൾ കൊണ്ട് ഈ ലോകത്ത് നിന്ന് അപ്രത്യക്ഷമായ ഒരുപാട് ജീവികളുണ്ട്. നമ്മളുടെ അത്യാർത്തി കൊണ്ടോ അല്ലെങ്കിൽ മണ്ടത്തരം കൊണ്ടോ ഈ ഭൂലോകത്ത് നിന്ന് നാമാവശേഷമായ ഒട്ടനേകം ജീവികളുണ്ട്. ഡോഡോ പക്ഷികളെ കുറിച്ച് നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാകും. അതിൽ നമ്മൾ പറയുന്നത് തന്നെ ഇങ്ങനെയാണ്: ഒരു ഡോഡോ പക്ഷിയെ നമ്മൾ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നിലവിളി കേട്ട് തന്നെ മറ്റു ചുറ്റുമുള്ള ഡോഡോ പക്ഷികൾ ഓടിയെത്തും എന്നാണ്. അമിതമായ വേട്ടയാടൽ കൊണ്ട് ഇന്ന് ഡോഡോ പക്ഷികൾ നമ്മുടെ നാട്ടിലില്ല. ഡോഡോ പക്ഷികൾ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് പോലും യഥാർത്ഥത്തിൽ നമുക്കറിയില്ല. ചില എണ്ണ ഛായാചിത്രങ്ങളും എല്ലും കഷ്ണങ്ങളും മാത്രമാണ് ഡോഡോ പക്ഷികൾ ഇന്ന് ഭൂലോകത്ത് അവശേഷിപ്പിച്ചു പോയത്. ഡോഡോ പക്ഷിയെ പോലെ തന്നെ ലോകത്ത് നിന്നും വിട പറഞ്ഞ ഒട്ടനേകം ജീവികളുണ്ട്. അതിലൊന്നാണ് കരോലിന തത്തകൾ. നോർത്ത് അമേരിക്കയിൽ ജനിച്ച ഈ തത്തകൾ കാണാൻ മനോഹരികളാണ്. സ്വർണ്ണ നിറമുള്ള തലയും മരതക പച്ചയുള്ള ശരീരവും നീണ്ട വാലുകളുമുള്ള ഈ പക്ഷികൾ പക്ഷെ ഇന്ന് ഈ ലോകത്തില്ല എന്നതാണ് സത്യം. ഇവരുടെ നാമാവശേഷമായ കഥ എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അല്പം വേദന ഉണ്ടാക്കും. വിള നശിപ്പിക്കുന്ന ശത്രുവായിട്ടാണ് കർഷകർ കരോലിന തത്തകളെ കണ്ടിരുന്നത്. വിചിത്രമായ ഒരു ശീലം ഇവർക്കുണ്ടായിരുന്നു. എവിടെയെങ്കിലും ഒരു വെടിയേച്ച കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും കൂട്ടത്തോടെ മുകളിലേക്ക് പറക്കും. പറന്നതിന് ശേഷം തന്റെ കൂട്ടത്തിൽപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചോ എന്നറിയാൻ എല്ലാവരും കൂട്ടത്തോടെ താഴേക്ക് ഇറങ്ങും. യഥാർത്ഥത്തിൽ അവർ വീണ്ടും വേട്ടയാടപ്പെടുകയായിരുന്നു. അങ്ങനെ കൂട്ടത്തിലുള്ള ഓരോരുത്തർക്കും സംഭവിക്കുന്നത് എന്തെന്നറിയാനുള്ള അവരുടെ ദീനാനുകമ്പ അവരെ ഈ ഭൂലോകത്ത് നിന്ന് തന്നെ ഇല്ലാതെയാക്കി എന്നതാണ് വാസ്തവം. ബേർഡ് ഓഫ് അമേരിക്ക എന്ന വിഖ്യാതമായ ഗ്രന്ഥം എഴുതിയ ചാൾസ് വിൽസൺ പീൽ പറഞ്ഞൊരു സെന്റൻസ് ഉണ്ട്. അതിങ്ങനെയാണ്: ഓരോ തവണ നിറയൊഴിക്കുമ്പോഴും താഴെ വീഴുന്ന പക്ഷികളുടെ എണ്ണം കൂടി വന്നു. രക്ഷപ്പെട്ടവർക്ക് നിലം പതിച്ചവരോടുള്ള സ്നേഹവും അതിനനുസരിച്ച് കൂടിക്കൂടി വന്നു. മുകളിലേക്കൊന്ന് പറന്ന് ചുറ്റിയടിച്ച ശേഷം അവർ വീണ്ടും എൻ്റെ അടുത്ത് വന്നു പറന്നിറങ്ങും. അവരുടെ ദീനാനുകമ്പയും സ്നേഹവും എന്നെ തീർത്തും നിരായുധനാക്കി. സത്യം, ആ ഒരു ദീനാനുകമ്പയാണ് അവരെ ഈ ഭൂലോകത്ത് നിന്ന് തന്നെ ഇല്ലാതെയാക്കിയത്. ഈ പക്ഷികളിലെ അവസാന കണ്ണി ഉണ്ടായിരുന്നത് സിൻസിനാറ്റിയിലെ മൃഗശാലയിലായിരുന്നു. പക്ഷേ അതും 1918 ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു. 1918 ആ ചത്ത കിളിയെ നമ്മൾ സ്റ്റഫ് ചെയ്ത് സൂക്ഷിച്ചുവെങ്കിലും മൃഗശാലയിൽ നിന്നും അതും നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ഇന്ന് കരോലിന പക്ഷികളുടെ ചിത്രം മാത്രമാണ് ലോകത്ത് അവശേഷിക്കുന്നത്. കരോലിന തത്തകൾ ലോകത്ത് വിട പറഞ്ഞത് മനുഷ്യന്റെ ക്രൂരത കൊണ്ടാണെങ്കിൽ നമ്മളുടെ മണ്ടത്തരം കൊണ്ട് വേരറ്റ മറ്റു ജീവികളും ലോകത്തുണ്ട്. ന്യൂസിലാൻഡിലെ സ്റ്റീഫൻസ് ഐലൻഡ്, അവിടെ ഒരു ലൈറ്റ് ഹൗസ് പണി കഴിപ്പിക്കുകയുണ്ടായി. അതിന്റെ കാവൽക്കാരായിരുന്ന ആളുടെ പൂച്ച അവിടെ ഉണ്ടായിരുന്ന വിചിത്രമായ ചില പക്ഷികളെ പിടികൂടുമായിരുന്നു. പിടികൂടിയ ശേഷം അത് കാവൽക്കാരന് കൊണ്ടുകൊടുക്കുമായിരുന്നു. അതിൽ ചിലത് ഈ കാവൽക്കാരൻ വെല്ലിംഗ്ടണിലെ കാഴ്ച ബംഗ്ലാവിലേക്ക് അയച്ചു കൊടുത്തു. എന്നാൽ മ്യൂസിയത്തിലെ ക്യൂറേറ്റർ ഈ ജീവികളെ കണ്ട് അത്ഭുതപ്പെട്ടു. മനുഷ്യൻ തേടി നടന്ന പറക്കാക്കുരുവികളായിരുന്നു ആ വിചിത്ര ജീവികൾ. ആ ജീവികളെ കാണാൻ വേണ്ടിയിട്ട് ക്യൂറേറ്റർ ഓടി ആ ദ്വീപിലേക്ക് എത്തിയെങ്കിലും അവിടുത്തെ പൂച്ച അവിടെ ഉണ്ടായിരുന്ന എല്ലാ കുരുവികളെയും വേട്ടയാടിയിരുന്നു. ഇന്ന് നമുക്ക് ലോകത്ത് അവശേഷിക്കുന്നത് ആ ജീവികളുടെ 12ഓളം സ്റ്റഫ് ചെയ്ത സ്പെസിമെൻസ് മാത്രമാണ്. ഇങ്ങനെ ലോകത്ത് നിന്നും മനുഷ്യന്റെ അറിഞ്ഞോ അറിവില്ലായ്മയോ കൊണ്ട് നഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് ജീവികളുണ്ട്. പലപ്പോഴും മനുഷ്യൻ ഇതിനെപ്പറ്റി അറിയുന്നത് ഇവ ലോകത്ത് നിന്നും പോയതിനു ശേഷമാണ്. ഇനിയും നമ്മൾ ബോധവാന്മാരായില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ സഹജീവികൾ ഒരുപാട് ലോകത്ത് നിന്നും അപ്രത്യക്ഷമായിരിക്കാം.